Hi, Namaste, welcome back to my channel Vintrader. Bank Nifty സ്കാൽപ്പിംഗിൽ അതായത് 1 മിനിറ്റിൽ വന്ന ട്രേഡാണ്. 1 മിനിറ്റ് നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആക്കാം. അപ്പോൾ 1 മിനിറ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ട്രേഡുകൾ വരാൻ സാധ്യത, ഒരുപാട് ട്രേഡുകൾ കിട്ടും. ഒരുപാട് ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ട്രേഡുകളും ഉണ്ടായിരുന്നു, നല്ല ട്രേഡുകളുണ്ട്. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് എങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ലൈവിൽ കാണിക്കുന്നത്. ഇന്നത്തെ ലൈവിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി മോർണിംഗിൽ ഓപ്പൺ ആയ സമയത്ത് ഗ്യാപ് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്ന സെല്ലിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ബൈ വന്നു. അവിടെ നമുക്ക് നല്ല കൺഫർമേഷൻ കറക്റ്റ് ലെവലിൽ വന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ സൈഡ് വേസ് കാണിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു സെല്ല് വന്നു. സെല്ല് ബ്രേക്കൗട്ട് പോകാതെ പിന്നെ വന്ന ബൈ ആണ്. അപ്രോക്സിമേറ്റ് 10:30 വന്ന ബൈ ആണ് പിന്നെ സക്സസ്ഫുൾ ആയിട്ട് കയറിയത്. അത് കഴിഞ്ഞ് വന്ന സെല്ല് കൺഫേം ആകാതെ പിന്നെ രണ്ടാമത് ഇപ്പോൾ 11-13 വന്ന ട്രേഡ്, ലാസ്റ്റ് വന്ന ട്രേഡിന് അപ്രോക്സിമേറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 281 പോയിന്റോളം കയറി നിൽക്കുകയാണ്. ഇപ്പം 11 പോലും 15 അരമണിക്കൂർ പോലും ആയിട്ടില്ല. ട്രേഡ് സക്സസ്ഫുൾ ആയിരുന്നു. നമുക്ക് ആക്യുറേറ്റ് ട്രേഡ് കിട്ടി. നമുക്ക് നല്ല റിട്ടേൺ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിന് ബൈ നമുക്ക് 3 ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ആദ്യം വന്ന ബൈ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോയി. അത് കഴിഞ്ഞ് വന്ന ബൈ ആണ് കയറിയത്. അതിന് മുമ്പ് കഴിഞ്ഞ് വന്ന സെല്ലും നമുക്ക് ആക്യുറേറ്റ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ട്രേഡുകൾ നമ്മൾ വരുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കൺഫർമേഷൻ ലെവൽ വെച്ച് എല്ലാ ലെവലും മാച്ചാണ്. പക്ഷേ ഇതിവിടെ അവോയ്ഡ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കുന്നെങ്കിൽ നമുക്ക് 5 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമുക്ക് 5 മിനിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ 5 മിനിറ്റ്സിൽ നമുക്ക് മോർണിംഗിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയ ശേഷം നമുക്ക് ഒരു അപ് ട്രെൻഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്ക് ആ കൺഫർമേഷൻ ലെവൽസ് കറക്റ്റ് അവിടെ മാച്ച് ചെയ്തിരുന്നില്ല. അവിടെ സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ലെവൽ അവിടെ മാച്ച് ആയിരുന്നില്ല. അത് കാരണം സ്ട്രോങ് ആയിട്ടൊരു ബൈ ട്രേഡ് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചിറങ്ങാനുള്ളൊരു സാധ്യത കൂടെയാണ് സോഫ്റ്റ് അവിടെ കാണിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ഇറങ്ങിയിട്ടാണ് പിന്നെ കയറുന്നത്. അപ്പോൾ ഇവിടെയാണ് അവിടെ കറക്റ്റ് ബ്രേക്കൗട്ട് പോയപ്പോൾ സോഫ്റ്റ് അവിടെ നമുക്ക് കറക്റ്റായിട്ട് ആ 5 മിനിറ്റ്സിൽ അവിടെ കാണിച്ചിരുന്നു. അവിടെ കൺഫർമേഷൻ കറക്റ്റ് ലെവലിൽ മാച്ച് ചെയ്തു. അവിടുന്ന് ആ സമയത്ത് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത ശേഷം കയറി. അവിടുന്ന് നല്ല റിട്ടേൺ അടിച്ചിട്ടുണ്ട്, നല്ല ട്രേഡ് ഉണ്ട്. അവിടെ റീ എൻട്രി തന്നിട്ടുണ്ട്. 2 ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റും ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്രോക്സിമേറ്റ് ഈ രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കാമായിരുന്നു. 57,502 എന്ന് കയറിയതാണ്. ഇപ്പോൾ 716. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫേക്ക്, അതായത് ഒരു കറക്റ്റ് ട്രേഡ് നമുക്ക് കണ്ടുപിടിക്കുന്ന. നമുക്ക് 5 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. പക്ഷേ 1 മിനിറ്റിൽ പെട്ടെന്ന് ട്രേഡ് കിട്ടും. മോർണിംഗ് ലെവലിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിന് സിമ്പിളായിട്ടുള്ള 2-3 കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. നമുക്കൊരു സിഗ്നൽ, ഇപ്പോൾ ഇത് ഗ്രീൻ കളർ അപ്പാരുമാണ് ബൈ ട്രേഡ്, റെഡ് ആണ് സെൽ. അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് 1 മിനിറ്റിൽ സിഗ്നൽ വരുമ്പോൾ ആ ലെവൽ കറക്റ്റ് മാച്ച് ആണ്. ഇപ്പോൾ ഇതിനു മുമ്പ് വന്ന ബൈ ട്രേഡ് നോക്കുമ്പോൾ ആ താഴത്തെ കൺഫർമേഷൻ ബാർ ഉണ്ടായിരുന്നു. ക്യാൻഡിൽ കളർ അവിടെ ഗ്രീൻ ആയിരുന്നില്ല. ഗ്രീൻ വരുമ്പോഴും ഇടയ്ക്കൊരു ബ്ലൂ വന്നിരുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് അവിടെ ട്രേഡ് എടുക്കരുതെന്നല്ല, അവിടുന്ന് പിന്നെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്ത് നോക്കണം. ഇവിടെയാണ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് പോയത്. ആ റെസിസ്റ്റൻസ് ചെറുതായിരുന്നു, വലിയ സ്ട്രോങ് ആയിരുന്നില്ല. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ട്രേഡ് എടുത്തു. അവിടുന്ന് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 57,344 ട്രേഡ് പോയി 502 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ഇറങ്ങി. ഈ ഡൗൺ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുമ്പോൾ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് മാർക്കറ്റ് ഇറങ്ങാൻ നോക്കുമ്പോൾ ട്രെൻഡ് ചേഞ്ച് ആവും. അതേപോലെ കളർ ചേഞ്ച് കാണിച്ചു തരും. അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ കുറച്ച് തിരിഞ്ഞ് നമുക്ക് പതുക്കി വെച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രോഫിറ്റ് ലെവൽ നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ കറൻ്റ്ലി. പക്ഷെ അവരുടെ സെല്ല് വന്ന് കൺഫേം അല്ല. താഴെ ബാർ കളർ ഗ്രീനാണ് കാണിച്ചിരുന്നത്. കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയതുകൊണ്ട് തിരിച്ച് കയറുമെന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നെ വന്ന ബൈ അവിടെ കൺഫർമേഷൻ നോക്കേണ്ട കാര്യമേ ഇല്ല. കാരണം സിഗ്നൽ വരുമ്പോൾ ക്യാൻഡിൽ കളർ താഴത്തെ എല്ലാം ഓക്കെ ആയിരുന്നു. അവിടുന്ന് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്തപ്പോൾ അത് ആക്യുറേറ്റ് ആയിരുന്നു ട്രേഡ്. അത് ഫസ്റ്റ് ബ്രേക്കൗട്ട് കയറി. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് കയറിയ ശേഷം നല്ല അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. അത് നല്ല റിട്ടേൺ ആയിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ മാർക്കറ്റ് ചെറുതായിട്ടും തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ലെവൽ കുറഞ്ഞു. ഇവിടെ വേണമെങ്കിൽ പോർഷൻ എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് തിരിച്ച് ഇറക്കത്തിന്ന് പിന്നെ കയറുമ്പോൾ അടുത്ത ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് ഹോൾഡ് ചെയ്യാം. 5 മിനിറ്റ്സ് പ്രകാരം നോക്കുമ്പോൾ 5 മിനിറ്റ്സിൽ അവിടെ ഇപ്പോഴും മാർക്കറ്റ് ബൈ തന്നെയാണ്, ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ബൈ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിരുന്നില്ല. ഇവിടെ ഗ്യാപ് ഡൗൺ അടിച്ചതിന് ശേഷം ആ ഗ്യാപ് ഡൗൺ ഫില്ല് തലേദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ പോയി. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ആക്ച്വലി കയറിയിട്ടുണ്ട്. പക്ഷേ കൺഫർമേഷൻ ലെവലൊന്നും അവിടെ വന്നിരുന്നില്ല. അതിനർത്ഥം അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് ഇല്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. പക്ഷെ നമുക്ക് ട്രേഡ് അവിടെ 1 മിനിറ്റിൽ കിട്ടും, മിനിറ്റ് വൈസിൽ കിട്ടും. മിനിറ്റ് വൈസിൽ നോക്കുകയാണെങ്കിൽ രാവിലെ വന്ന ട്രേഡുകൾ അവിടുന്ന് കയറി. ഇവിടെയൊക്കെ ട്രേഡ് നമുക്ക് പെട്ടെന്ന്, അതായത് ഗ്യാപ്പ് ഫില്ലായതാണ്. അവിടുന്ന് നല്ല സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ട്രേഡ് തരാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെല്ല് വന്നതിന് ശേഷം പിന്നെയും നമുക്ക് സപ്പോർട്ട് അടിക്കുന്നില്ല. സപ്പോർട്ട് ആ ബ്രേക്ക് ചെയ്ത് ആ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ട്രേഡ് ഇല്ല. ഇവിടെയാണ് കറക്റ്റ് ആ ബ്രേക്കൗട്ട് പോയത്. ആ ബ്രേക്കൗട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാമായിരുന്നു. അവിടെ നല്ല റിട്ടേൺ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ട്രേഡും നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ 1 മിനിറ്റ് നമുക്ക് ഈസി ആയിട്ട് മോർണിംഗ് ലെവൽ 11 മണിക്ക് മുമ്പ് നല്ല ട്രേഡ് കിട്ടും. അപ്പോൾ 1 മിനിറ്റ് എടുക്കുമ്പോൾ നമുക്ക് 5 മിനിറ്റ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ
ഫേക്ക് ആയിട്ട് പോകുന്ന കുറേ ട്രേഡുകൾ. ഇപ്പോൾ ചില സമയത്ത് ഫ്ലക്ച്വേഷൻ വരും മാർക്കറ്റിൽ ഒരുപാട്. പിന്നെ ഒരുപാട് ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു, ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് കുറച്ച് കയറാൻ ശ്രമിച്ചു, പക്ഷെ പെട്ടെന്നൊരു സഡൻ ട്രേഡ് വെച്ച ശേഷം പിന്നെയും തിരിച്ചിറങ്ങി. അതുകൊണ്ട് 1 മിനിറ്റിൽ അവിടെ ആ സമയത്ത് കൺഫർമേഷൻ തന്നിരുന്നുമില്ല. അഥവാ നമുക്ക് കൺഫർമേഷൻ നമുക്ക് കിട്ടി. ഇപ്പോൾ ഈ ലെവലിൽ നമുക്ക് ബൈ വന്നിട്ടുണ്ട്, കറക്റ്റ് ലെവലിൽ ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ അവിടെ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് അടുത്ത ക്യാനിൽ വെള്ളയെ കാണിച്ചിരുന്നു. അഥവാ ട്രേഡ് എടുത്താലും അവിടെ ആ കളർ ചേഞ്ചിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. ബിക്കോസ് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം നമുക്കൊരു ട്രേഡ് വന്ന് പെട്ടെന്ന് റിവേഴ്സ് പോയാലും നമുക്ക് അവിടെ കളർ ചേഞ്ച് കാണിച്ചു തരും, അവിടെ എക്സിറ്റ് അടിക്കാം. അതേപോലെ സപ്പോർട്ട് ലെവൽ നമ്മൾ സ്ട്രെങ്ത് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രോങ് ബ്രേക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അതേപോലെ ട്രെൻഡ് റിവേഴ്സ് ആവുന്ന ഇവിടെ സൈഡ് വേസ് ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊരു ട്രെയിനിങ് സെക്ഷനായിട്ട്, ഒരു ലൈവ് സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.